വെൽക്കം സ്പീച്ചിന് വേണ്ടി ന്യൂയോർക്ക് റീജിയൻ കൺവെൻഷൻ കൺവീനർ ഡോക്ടർ ജോസ് കാനാട്ടിനെ ക്ഷണിച്ചു. സമയം ഒത്തിരി അതിക്രമിച്ചുകൊണ്ട് ഒരു വലിയ സ്വാഗത പ്രസംഗം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഫൊക്കാനയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് നാഷണൽ ഭാരവാഹികളെ, ന്യൂയോർക്ക് റീജിയന്റെ റീജിയണൽ വൈസ് പ്രസിഡന്റ്, മറ്റ് ഭാരവാഹികൾ. ഞാൻ ചിക്കാഗോയിൽ നിന്നുള്ള പ്രസിഡന്റ് ആണെങ്കിൽ തന്നെ എന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ന്യൂയോർക്ക്. കഴിഞ്ഞ 10-20 വർഷങ്ങളിലെ ഹിസ്റ്ററി പുറകോട്ട് നോക്കുമ്പോൾ ഫൊക്കാനയ്ക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് വന്നിരിക്കുന്നത് ഈ റീജിയനിൽ നിന്നാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ചിക്കാഗോയിൽ വെച്ച് കൺവെൻഷൻ നടന്നാലും, റോച്ചസ്റ്ററിൽ വെച്ച് നടന്നിരുന്നെങ്കിലും, ഡാലസിൽ വെച്ച് നടന്നാലും, ഫിലാഡൽഫിയയിൽ വെച്ച് നടന്നപ്പോഴൊക്കെയും ന്യൂയോർക്കിന്റെ സാന്നിധ്യമായിരുന്നു ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ന്യൂയോർക്കിനെ തന്നെയാണ് ഞാൻ ഏറ്റവും പ്രതീക്ഷയോടുകൂടി അടുത്ത 2 വർഷത്തേക്ക് കാത്തിരിക്കുന്നത്. ഫൊക്കാന നാഷണൽ കമ്മിറ്റി കൂടുന്നതോടൊപ്പം തന്നെ നടന്ന ഈ റീജിയന്റെ പ്രവർത്തന ഉദ്ഘാടനം, അതുകൊണ്ട് നമ്മൾ വൈകി പോയതുകൊണ്ടാണ് പ്രധാനമായും 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത വളരെ മുമ്പേ തന്നെ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്ത് ഇത്ര നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു റീജിയണൽ പ്രസിഡന്റ്, അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. ഒരു റീജിയനിൽ പോലും മറ്റു റീജിയനിലെല്ലാം തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ അതിന്റെ കമ്മിറ്റിയെയും അതിന്റെ ഭാരവാഹികളെയും കമ്മിറ്റിയെല്ലാം തിരഞ്ഞെടുത്തു കഴിഞ്ഞു. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത കൺവെൻഷന്റെ വിജയം വളരെ മുമ്പേ തന്നെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഈ പ്രവർത്തനത്തിൽ വരുന്ന എല്ലാ ഭാവവും നേരുന്നതോടൊപ്പം തന്നെ മറ്റ് റീജിയനുകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൺവെൻഷനുകളും പ്രവർത്തന ഉദ്ഘാടനങ്ങളും കൺവെൻഷനുകളും നടത്തുന്നതാണ്. ഇതിന്റെ എല്ലാ പ്രവർത്തനവും, അതോടൊപ്പം തന്നെ ഇതിന്റെ ചെലവുകളും വരവുകളും എല്ലാം തന്നെ നാഷണൽ കമ്മിറ്റിയുടെ ചെലവ് ഉൾപ്പെടെ തന്നെയുള്ള കാര്യങ്ങൾ ഒരു റീജിയണൽ പ്രസിഡന്റ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റുകൊണ്ട് ഒരു ബാധ്യതയെടുത്ത ഇത്ര വളരെയധികം നല്ല ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചതിന് ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഫൊക്കാന നാഷണൽ കമ്മിറ്റി എന്നുള്ള എല്ലാ സഹായവും സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മീറ്റിംഗ് ഇപ്പോൾ ഏകദേശം 4-5 മണിക്കൂർ നീണ്ട് നിങ്ങളെല്ലാം അതിനകത്ത് ഭാവമക്കളായിരിക്കുകയാണ്. ഒരു സുദീർഘമായ ഒരു പ്രസംഗത്തിന്റെ ഒരു വേദിയല്ല ഇതെന്ന് എനിക്കറിയാം. എന്നാൽ ഈ ന്യൂയോർക്ക് റീജിയൻ, അമേരിക്കയുടെ തന്നെ ഫൈനാൻഷ്യൽ ക്യാപിറ്റലായ ന്യൂയോർക്ക് റീജിയനിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു റീജിയണൽ വൈസ് പ്രസിഡന്റും അതിനോടുള്ള ഒരു കമ്മിറ്റിയോടുകൂടി എല്ലാ പ്രവർത്തനങ്ങളിലും പ്രവർത്തിക്കാനായിട്ടുള്ള അനുഗ്രഹവും ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എന്ന നിലയിൽ മാത്രമല്ല, ഫൊക്കാനയിൽ കഴിഞ്ഞ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും, വെസ്റ്റേൺ മലയാളി അസോസിയേഷന്റെ പ്രവർത്തനം എന്ന നിലയിലും എല്ലാ സപ്പോർട്ടും നേർന്നുകൊള്ളുന്നു. കൂടാതെ ഫൊക്കാനയുടെ കഴിഞ്ഞ 3 വർഷമായി നടന്നുവരുന്ന ഫൊക്കാന നാഷണൽ സ്പെല്ലിംഗ് ബീയുടെ ഫൈനൽ ന്യൂയോർക്കിൽ വെച്ചായിരിക്കും നടക്കുന്നതെന്ന് ഇവിടെ ഓൾറെഡി മിസ്റ്റർ വിനോദ് കെ പറഞ്ഞല്ലോ. ഒക്ടോബർ 27-ാം തീയതി ശനിയാഴ്ചയായിരിക്കും ഫൈനൽ നടക്കുന്നത്. അതിനുള്ള മറ്റു വിശദീകരണങ്ങൾ മീഡിയയിൽ കൂടി നിങ്ങളെല്ലാം അറിയിക്കുന്നതായിരിക്കും. അതിനുള്ള എല്ലാ സഹകരണങ്ങളും ഈ റീജിയനിലും ന്യൂജേഴ്സി, കണറ്റിക്കറ്റ്, ഫിലാഡൽഫിയ എന്നിവയുടെ ഏരിയകളിൽ നിന്നുമുള്ള സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഇതൊരു മഹത്തായ ഒരു സംരംഭമാക്കി മാറ്റണമെന്നുള്ള ആഹ്വാനത്തോടുകൂടി എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഫോർമർ ഫൊക്കാന ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ശ്രീ പോൾ ഗറേപ്പിളി. ഈ തെരഞ്ഞെടുത്ത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. പ്രവർത്തനം ഉദ്ഘാടനം ഇന്ന് ചെയ്തെന്നുള്ളൂ. പക്ഷേ ഉദ്ഘാടനം നേരത്തെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായിട്ട് ചെയ്യും എന്നുള്ള നല്ല ദൃഢനിശ്ചയം ഉണ്ട്. കേരള സമാജത്തിന്റെ പ്രസിഡന്റായിട്ടും അത് കഴിഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം കാഴ്ചവെച്ചിരിക്കുന്നത് ഏറ്റവും നല്ല പ്രവർത്തനം ഈ 2 കൊല്ലക്കാലം ന്യൂയോർക്ക് റീജിയനിൽ കിട്ടും. അതിന് എല്ലാവിധ പിന്തുണയും ട്രസ്റ്റി ബോർഡിന്റെ നിലയിലും എന്റെ വ്യക്തിപര നിലയിലും ഞാൻ നേരുന്നു.
ഈ തവണത്തെ 2 കൊല്ലത്തെ പ്രവർത്തനങ്ങളിൽ വരുമ്പോൾ റീജിയണൽ പ്രസിഡന്റിനൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പബ്ലിക്കിന് ഹെൽപ്പ് വിളിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ എടുക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഉദാഹരണം പറയേണ്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഓരോ ദിവസങ്ങൾ ഈ 4 കൊല്ലക്കാലം 6 കൊല്ലക്കാലം ഇതിന്റെ നേതൃത്വ നിലയിൽ വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ നേരമെടുത്ത് ഒരു ഇപ്പൊ ഇവിടെ പറഞ്ഞു ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല. ഫൊക്കാനയുടെ നേതൃത്വത്തിൽ കയറിയ പിന്നെ ഇവരുടെ ഒരു 5-6 പേർക്ക് ഈ എംബസിയിലും പബ്ലിക്കിലും ഹെൽപ്പ് ചെയ്തിരുന്നുകൊണ്ടാണ് നമുക്ക് ഈ പേര് കിട്ടുന്നത്. അത് നിങ്ങൾ ഈ ഭാരവാഹിത്വം എടുത്തിരിക്കുന്നവർ ഈ എടുത്തിരിക്കുന്ന സമയത്ത് ചെയ്യാവുന്ന നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അടുത്ത ആൾ വിളിക്കും. അത് ചെയ്തു കഴിഞ്ഞാൽ ഇത് ഫൊക്കാനയ്ക്ക് ഏറ്റവും നല്ല പേര്. അതാണ് പേര്. സംഘടനകൾ ബാക്കി പ്രവർത്തനങ്ങൾ ചെയ്തില്ലെങ്കിലും പബ്ലിക്കിനും നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്കും നമ്മുടെ മലയാളികൾക്കും ഏറ്റവും ഇത് ഹെൽപ്പ് ചെയ്യണം എന്നാണ് ഞാൻ പറയാൻ. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് പബ്ലിക് പ്രസ്ഥാനത്തിൽ ഇറങ്ങിക്കഴിഞ്ഞെങ്കിൽ ആളുകൾക്ക് ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് വേണ്ടത്. അത് ഫൊക്കാനയുള്ള ഇതിനുള്ള സംഘടനകളിൽ നിന്ന് കിട്ടുമ്പോൾ ഫൊക്കാനയ്ക്ക് ധാരാളം ആളുകൾ വരും. അതിനുള്ള നിങ്ങളെല്ലാവരും പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെടുക്കുന്നു. ഇത്തരത്തില് ന്യൂയോർക്ക് റീജിയന്റെ ഭാരവാഹികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. റീജിയണൽ വൈസ് പ്രസിഡന്റ് ഞാനാണെന്ന കാര്യം നേരത്തെ അറിയാമല്ലോ. സെക്രട്ടറി ശ്രീ സുനിൽ നായർ, ജോയിന്റ് സെക്രട്ടറി അലക്സാണ്ടർ പൊടിമണ്ണൻ, ട്രഷറർ ശ്രീ രാജൻ പി ജേക്കബ്, ജോയിന്റ് ട്രഷറർ തോമസ് കൂവല്ലൂർ. ഒരു 15 അംഗ കമ്മിറ്റി കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ശ്രീമാൻ ഇന്നസെന്റ് ഉലഹനാൻ ഫ്രം ഹഡ്സൺ വാലി, ശ്രീമാൻ ടോം നായർ ഫ്രം ഹഡ്സൺ വാലി, സുരേന്ദ്രൻ നായർ ഫ്രം വെസ്റ്റേൺ മലയാളി അസോസിയേഷൻ, ശ്രീമാൻ ഫിലിപ്പോസ് ഫിലിപ്പ് ഹഡ്സൺ വാലി, ഡോക്ടർ വർഗീസ് എബ്രഹാം KCNA, ഡോക്ടർ ചെറിയാൻ പെരുമാൾ from KCNA, Sunny Parikar from Kerala Samajam, Tommy Martikulan from Kerala Samajam, Dr. Mandakumar from Kerala Samajam, Focana New Region Convention Chairperson.